ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്ന് വിചാരിച്ച് വരുന്ന ആളുകളാണ്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഏതെങ്കിലും ഒരു ജോയിനിങ്ങുമായോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരാളുടെ അടുത്ത് പ്ലാൻ പ്രസന്റ് ചെയ്യുന്നു. ആ പ്രസന്റ് ചെയ്യാനായിട്ട് അയാളെ കാണാൻ അതിന് മുമ്പുള്ള ഒരു അപ്രോച്ചിനെ കുറിച്ച് നമ്മൾ ഒരു സെഷൻ ഇതുപോലെ ഞായറാഴ്ച നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്, അയാൾക്ക് നമ്മളോട് ചോദിക്കാവുന്ന എല്ലാ ഒബ്ജക്ഷൻസിന്റെയും ആൻസറുകളെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു. അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം എന്താ വരിക? ഇതെല്ലാം കഴിഞ്ഞൊക്കെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു വ്യവസായത്തിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതാണ്. സീരിയസ് ആയിട്ട്, അല്ലാതെ വെറുതെ ID പ്രൂഫ് അഡ്രസ് പ്രൂഫ് വാങ്ങിച്ച് ജോയിനിങ് നടന്നാലും അദ്ദേഹം ഇതിനകത്ത് സീരിയസ് ആവണമെന്നില്ല. അപ്പോ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിട്ട് അദ്ദേഹത്തെ സീരിയസ് ആയിട്ട് കൊണ്ടുവരാൻ, ആ ജോയിനിങ് എന്ന് പറയുന്നതിനെ ത്വരിതപ്പെടുത്താൻ, ആക്സിലറേറ്റ് ചെയ്യാൻ, ആ ജോയിനിങ്ങിന്റെ പ്രോസസ്സും ആക്സിലറേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനും നിങ്ങളെ സഹായിക്കുന്ന 7 ഫൈനൽ നെയിൽസ് ഇൻ ദ കോഫിൻ. നമുക്ക് ശവപ്പെട്ടിയിൽ ആദ്യത്തെ അവസാനത്തെ ആണി അടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫൈനൽ 7 നെയിൽസ് എന്നുള്ളതാണ്. ഇതിൽ 7 എണ്ണം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വീട്ടിലിരുന്ന കാര്യമില്ല. നമ്മൾ ഓരോ തവണയും ഇത് പ്രാക്ടീസ് ചെയ്താണ് മെച്ചപ്പെടേണ്ടത്. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, ആദ്യത്തെ ഈ 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ആദ്യത്തെ കാര്യത്തിന് 3 പാർട്ടുണ്ട്. 3 പാർട്ട്, 3 ഭാഗം, ABC. അപ്പൊ ഒന്നെന്ന് എഴുതാം, അതിനകത്ത് ABC എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതണം. ഒരു സ്റ്റാൻഡേർഡ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷന്റെ ക്ലോസിംഗ്, അല്ലാതെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ക്ലോസിംഗ് ഒന്നുമില്ല സെയിൽസ് പോലെ. ഒരു സ്റ്റാൻഡേർഡ് പ്രസന്റേഷൻ അവസാനിപ്പിക്കുമ്പോൾ അയാളുടെ അടുത്ത സ്റ്റെപ്പ് ജോയിനിങ് ആണെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എൻഡ് ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. അതില് ആദ്യത്തെ പാർട്ട് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫുൾ അഷുറൻസ് ഈ കമ്പനിയെ കുറിച്ചും ഈ അവസരത്തെ കുറിച്ചും നിങ്ങളുടെ അപ്ലയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത് ശരിയായ സമയമാണ് എന്നുള്ളതിലുള്ള അഷുറൻസ് കൊടുക്കലാണ് ആദ്യത്തെ A എന്ന് പറയുന്ന പാർട്ടിൽ ചെയ്യേണ്ടത്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അയാൾ ഒബ്ജക്ഷൻസ് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു, നമ്മൾ അതിന് ആൻസർ ഒക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? എടാ, അത് ഞാൻ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇത് എക്സലന്റ് കമ്പനിയാണ്, എക്സലന്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്, ഗംഭീര പ്രോഗ്രാമാണ്, ഇതിനേക്കാളും പറ്റിയൊരു സമയം ഇനി വരാനില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട്. അത് ഉറപ്പാക്കണം. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യണം. അതാണ് പാർട്ട് E. പാർട്ട് B എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ നമ്മൾ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അവന് 100% ഇത് കൊടുത്തു, അഷുറൻസ് കൊടുത്തു. രണ്ടാമത്തെ പാർട്ട്, നിങ്ങളുടെ യാത്ര, ഇതുവരെയുള്ള യാത്ര എന്തായിരുന്നു, ഈ കമ്പനിയിലുള്ള യാത്ര. വാട്ട് വാസ് യുവർ ജേണി? നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? അപ്പൊ ഈ പരിപാടിയിൽ ഞാൻ ജോയിൻ ചെയ്തത് എന്തിനു വേണ്ടിയാണ്, ഇതുവരെ ഞാൻ എന്തൊക്കെ ചെയ്തു, ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായ കാര്യം ബോധിപ്പിക്കണം. അതാണ് രണ്ടാമത്തെ B എന്ന് പറയുന്ന പാർട്ട്. C എന്ന് പറയുന്ന പാർട്ട്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണെന്ന് കാണിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ ഒരു എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഗോൾസ് പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇതിനകത്ത് വന്നത്, ഞാൻ എന്തൊക്കെ ചെയ്തു ഇതിനോടകം, ഇനി എന്തൊക്കെ ചെയ്യാനാണ് പോകുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ C പാർട്ടിൽ പറയേണ്ടത്, ഞാൻ എന്തെല്ലാം പ്രിപ്പറേഷൻ ഇതോടുകൂടി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട്, എങ്ങനെയാണ് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, അതിനുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണ്, അതിൽ നിങ്ങൾക്ക് ഈ പ്രോസ്പെക്റ്റിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പ്രിപ്പറേഷന്റെയും നിങ്ങളുടെ വളർച്ചയുടെയും നിങ്ങളുടെ ഗോൾ അച്ചീവ്മെന്റിന്റെയും ഭാഗമായിട്ട് ഈ മനുഷ്യൻ എവിടെയാണ് വരാൻ പോകുന്നത് റോള്, അതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്തായിരിക്കും, അതിന് അദ്ദേഹത്തിന്റെ നേട്ടം എന്തായിരിക്കും, എങ്ങനെയായാലും നിങ്ങൾ 100% അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിക്കാൻ പോകുന്നത് എന്ന് കൂടി പറയണം.
ഈ 3 പാർട്ടായിട്ടാണ് അത് അവതരിപ്പിക്കേണ്ടത്. അത് ഫൈനലായിട്ട് അത് നമ്മൾ പോരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അയാളുടെ ജോയിനിങ് ചോദിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അയാളുടെ ID പ്രൂഫ് അഡ്രസ് പ്രൂഫ് നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ 3 കാര്യങ്ങളും ക്ലിയർ കട്ടായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാം? ഒന്ന്, ആദ്യത്തെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പണ്ടത്തെ ഫീൽ ഫെൽറ്റ് ഫൗണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കാം. ഓർമ്മയുണ്ടോ? ഫീൽ ഫെൽറ്റ് ഫൗണ്ട് തലകുലിക്കാൻ എനിക്ക് മനസ്സിലാവും. കഴിഞ്ഞ തവണ വന്ന് കേട്ട ആൾക്കാരില് ഓക്കെ, ശ്രീജിത്ത് കൈ ഒക്കെ ഉണ്ട്, ഷൈനിയുടെ കൈ കണ്ടു ഞാൻ, കുറച്ച് ആൾക്കാർ കൈ പോക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ, ഗുഡ്. വിജിലൊക്കെ ഉണ്ട്. ഓക്കെ, സിജി ഓക്കെ. അപ്പൊ ഫീൽ ഫെൽറ്റ് ഫൗണ്ടിന്റെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാ പറയാ ഇത്? എടാ, ഞാൻ 2-3 കാര്യങ്ങളിൽ പണ്ട് കുറെ കാശൊക്കെ കൊടുത്ത് കാശൊക്കെ പോയതാടാ. ഇനി എനിക്കൊരു കളി കളിക്കാൻ നേരമില്ല എന്നുള്ളത് കൊണ്ട് I had done my research well. ഇത്തവണ എനിക്കൊരു പറ്റുപറ്റാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഇത്തവണ ഞാൻ 1 മാസം എടുത്ത് പഠിച്ചു. ഞാൻ കുറെ ഫാക്ട്സ് ഡൗൺലോഡ് ചെയ്തു, ഡാറ്റ ഡൗൺലോഡ് ചെയ്തു, വീഡിയോസ് കണ്ടു, ബുക്സ് വായിച്ചു, ലീഡേഴ്സുമായിട്ട് ഞാൻ ഡിസ്കഷൻ നടത്തി, ഞാൻ ശരിക്കും തറോ സ്റ്റഡി നടത്തി. ആൻഡ് ഐ ക്യാൻ ഗ്യാരണ്ടി യു, അടിപൊളി കമ്പനിയുടെ അടിപൊളി പ്രോഡക്ട്സ്, എപ്പോഴും പ്രോഡക്ട്സ് വന്നുകൊണ്ടിരിക്കണം, അടിപൊളി മാനേജ്മെന്റ്, അടിപൊളി ഓഫീസ്, കണ്ണഞ്ചിക്കുന്ന പ്രകടനമാണ് നടത്തുന്നത്. ഏത് പാരാമീറ്റർ നോക്കിയാലും നമ്മൾ 1000 കാതം മറ്റുള്ളതിനേക്കാൾ മുമ്പിലാണ്. ഗ്രേറ്റ് കമ്പനി, ഗ്രേറ്റ് ലീഡേഴ്സ്, ഗ്രേറ്റ് നോളജ് ബാങ്ക്, നമുക്ക് പറ്റുന്ന വളരാൻ പറ്റിയ ഒരു മണ്ണാണ്. ഞാൻ നോക്കി പഠിച്ചടാ. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇതിനേക്കാളും പറ്റിയൊരു സമയം ഇല്ലടാ. ഒക്ടോബറിൽ 2020 ഇതിന്റെ ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു റോളിലേക്ക് വന്നു കഴിഞ്ഞു കമ്പനി. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നിനക്ക് അറിഞ്ഞുകൂടാണ്ട. ഇപ്പൊ കമ്പനി ഈ ഇൻഡസ്ട്രി 2000 കോടിയിൽ നിന്ന് 18,500 കോടിയിലേക്ക് വന്നു. കമ്പനി 80 കോടിയിൽ നിന്ന് വെറും 80 കോടിയിൽ നിന്ന് 2,500 കോടിയിലേക്ക് എത്തി. അടുത്ത 5 കൊല്ലം കൊണ്ട് വ്യവസായം 18,500 നിന്ന് 64,500 കയറുമ്പോ കമ്പനി 2,500 നിന്ന് 10,000 കയറാൻ പോണേ. നമുക്ക് ഇതിനകത്ത് നല്ലൊരു വലിയൊരു ഭാവി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിനേക്കാൾ പറ്റിയ സമയം വേറെ ഇല്ലടാ. എനിക്കതിന് 100% ഉറപ്പുണ്ട്. അപ്പൊ നമ്മുടെ പാർട്ട് എ കഴിഞ്ഞു. പാർട്ട് ബി എന്തായിരിക്കും? പാർട്ട് ബി എന്താണ് നമ്മുടെ, അല്ലെ? നിനക്കറിയാലോ, എനിക്ക് സ്വപ്നങ്ങളുണ്ട്. എന്റെ മക്കളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ എനിക്ക് പൂർത്തീകരിച്ചു കൊടുക്കണം. എനിക്ക് സ്വപ്നങ്ങളുണ്ട്. ഐ വാണ്ട് ടു ലീഡ് എ ഗ്രേറ്റ് ലൈഫ്. നിനക്ക് എന്റെ കാര്യം അറിയാലോ, ഞാൻ അംബിഷ്യസ് ആടാ. I want to fulfill all my dreams. I want to fulfill my children's dream. അവർക്ക് ഇങ്ങനെ ഒരു അച്ഛനായി പോയോണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭർത്താവായി പോയോണ്ട്, ഇങ്ങനെ ഒരു മകനായി പോയോണ്ട് എന്റെ വീട്ടിലെ ആൾക്കാർക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അപ്പൊ അത് ഞാൻ തീരുമാനിച്ചു. ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് ഐ എം വെരി സീരിയസ്. നിനക്ക് അറിയാലോ, ഞാൻ വളരെ സീരിയസ് ആണ്. എടാ, ഞാൻ നിന്റെ അടുത്ത് വന്നതേ ഇതൊന്ന് ചെയ്ത് നോക്കായാലോ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്റെ അടുത്ത് വന്നത്. നീ ഇപ്പൊ തന്നെ നോക്കടാ. നീ ഒന്ന് നോക്ക്. എന്റെ കയ്യിൽ ഇപ്പൊ തന്നെ 625 പേരുടെ ലിസ്റ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് ആകെ വേണ്ടത് 4 സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നീ എന്റെ 2 കഴിഞ്ഞു. നീ നോക്ക്, ഞാൻ 2 പേരുടെ സ്പോൺസറിങ് എന്റെ കഴിഞ്ഞു. ഇനി എനിക്ക് 2 പേര് മതി. ആ 4 പേരിൽ ഒരാളായിട്ട് നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ലിസ്റ്റ് മുഴുവൻ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഞാൻ ഇത്രയും പ്രിപ്പയർഡാ. നീ ഈ ഫോട്ടോ ഒന്ന് കണ്ടേ. ഞാൻ കഴിഞ്ഞ മീറ്റിംഗ് പങ്കെടുത്തപ്പോ നമ്മുടെ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ നമ്മുടെ വിനോദ് നമ്പൂതിരിയുടെ ഒപ്പം എടുത്ത ഫോട്ടോയാ. ഞാൻ വളരെ സീരിയസ് ആടാ. അദ്ദേഹം എന്നെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നിന്നെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് 100% ഉറപ്പാ. നമുക്ക് അവിടെ ഒന്ന് പോവാം. ഈ ഫോട്ടോ കണ്ടോ? ഈ മീറ്റിംഗ് കണ്ടോ? ഈ പുസ്തകം ഞാൻ മേടിച്ചേക്കണ കണ്ടോ നീ? ഈ പുസ്തകത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിജയിക്കേണ്ട എല്ലാം ഈ പുസ്തകത്തിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ അത്രയും പ്രിപ്പയർഡ് ആണ്. നമുക്ക് 2 പേർക്കും നിന്ന് സംഗതി നടക്കുന്നു തോന്നല്ലേ? എടാ, ഈ 4 പേരെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പ്ലാൻ ഞാൻ നിന്നോട് പറയാം. അടുത്ത 6 മാസം കൊണ്ട് 30,000 രൂപ കടക്കലാണ് എന്റെ പണി. 30,000 രൂപ കടത്താനേടാ ഇവിടെ സുന്ദരമായിട്ട് 2 ലക്ഷം BV വന്നാൽ കിടക്കും. ഏതാണ്ട് 15% വരെ നമുക്ക് ഈൽഡ് ഉണ്ട്. 30,000 രൂപ 6 മാസം കൊണ്ട് സുന്ദരമായിട്ട് മാസം കടത്താനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഡെയിലി 1000 രൂപ വരും. 2 ലക്ഷം BV മതി. ഓരോ ലക്ഷം ഓരോ ലെഗിൽ വന്നു കഴിഞ്ഞാൽ സംഭവം കളക്കും. 1 ലക്ഷം വരാനെടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. 100 PV ചെയ്യുന്ന ഒരു 10-36 പേര് ഒരു ലെഗിലും, മറ്റത് 10-36 പേരും വന്നാൽ പണി കഴിഞ്ഞടാ. നമുക്ക് 2 പേർക്കും കൂടി നിന്നാൽ നടക്കില്ലേ? അപ്പൊ എന്താ ഗുണം? ഞാൻ ഇത് അടിക്കുമ്പോ നിന്റെ 1 ലെഗിന്റെ എന്റെ 2 തീർന്നു കഴിയുമ്പോ നിന്റെ 1 തീർന്നുണ്ടാവും. എന്റെ തന്നെ ഇഫേർട്ടില് നിന്റെ 1 തീരും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ 2 കൂടി നിന്ന കാര്യങ്ങൾ നടക്കില്ലേ? പ്രസന്റേഷൻ മനസ്സിലായോ? ഇപ്പൊ എയും, 'B', 'യും, 'C''യും അതിനകത്തുണ്ട്. എയും, 'B', 'യും, 'C''യും. എന്താണ് ഞാൻ എ എന്ന് പറഞ്ഞത്? 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1 = 2 + 1
എ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഓർത്തു നോക്ക്, എന്നാലേ പഠിക്കുള്ളൂ, ട്രെയിനിങ് ആണ്. കമ്പനിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഫാക്ട്സും ഇൻഡസ്ട്രിയെ കുറിച്ചും കമ്പനിയെ കുറിച്ചും അതിലെ ഇതിന്റെ വളർച്ചയെ കുറിച്ചൊക്കെ 100% നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. 2, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ കൊടുത്തു, നിങ്ങൾ സീരിയസ് ആണെന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രിപ്പറേഷൻ കാണിച്ചു കൊടുത്തു, നിങ്ങളുടെ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു, നിങ്ങളുടെ അതിലൊരു ടെക്സ്റ്റ് ബുക്ക്, ഒരു ബുക്ക് വാങ്ങിച്ച്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു ബുക്ക് കാണിച്ചു കൊടുത്തു, ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു, അപ്ലൈന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, പൊട്ടിച്ച കുറച്ച് 2-3 പ്രൊഡക്ട്സ് കാണിച്ചു കൊടുത്തു, പ്രൊഡക്ട്സിന്റെ കാറ്റലോഗ് കാണിച്ചു കൊടുത്തു. അത് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലോ ഒക്കെ ഉള്ള സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നമ്മുടെ സീരിയസ്, അവന് മനസ്സിലായി ഇവൻ സീരിയസ് ആണ്. ഇനി ഇവൻ പോകുന്നത് അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്ന അവന്റെ പ്ലാൻ എന്താണ്, അതിന്റെ പ്രിപ്പയർനെസ് മനസ്സിലാക്കി, ആ പ്ലാനിൽ എന്റെ റോൾ എന്താണെന്നും കൂടി അവൻ മനസ്സിലായി. ഇവൻ എന്തായാലും എത്തും, ഇവന്റെ കൂടെ ഉള്ളവനെ അവൻ പൊക്കും എന്ന് അവന് കൃത്യമായിട്ട് മനസ്സിലാവുമ്പോ ഹി കംസ് ആസ് എ പാർട്ട്. ക്ലിയർ ആയില്ലോ? അല്ലാതെ വെറുതെ ഗ്യാൻ പറഞ്ഞ് മോദി കെയറിന്റെ ഒരു വീഡിയോ വെറുതെ അയച്ചു കൊടുത്ത് ഒരു പവറും ഇല്ലാതെ നീ നോക്ക്, ആ വഴി പൊക്കോ, ഈ വഴി പൊക്കോ, സാധനം മേടിച്ചോ, എന്തെങ്കിലും മേടിച്ചോന്ന് പോകണമെന്നല്ല. അവനെ കൊണ്ടുവരണം. എടാ നീ എന്റെ ചങ്കട, നിനക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരുമിച്ച് നിന്ന് എന്താടാ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. ഇതാണ് ഡാഡി ഓഫ്, കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ ഡാഡി എന്ന് പറഞ്ഞ സാധനമാണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട്. അതുപോലെ ഫൈനൽ കൺവേർഷന്റെ ഡാഡിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം, നമ്പർ 1. നമുക്ക് നമ്പർ 2ലേക്ക് പോവാം. ആർ യു റെഡി? ഓക്കെ. നമ്പർ 2ന്റെ അസംഷൻ ആണ് അതിന്റെ ഹെഡിങ്. അസംഷൻ, അനുമാനം, അസംഷൻ. എന്താണ് സംഭവം? ഇങ്ങനെയാണ് സംഭവം. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ജോയിൻ ചെയ്യാണെന്ന് വിചാരിക്കുക, നീ ചെയ്യണ്ട, ഞാൻ പറഞ്ഞു മാത്രം, നീ ചെയ്യാണെന്നൊന്ന് വിചാരിക്കുക. ഓക്കെ, നീ ചെയ്യാണെങ്കിൽ ഈ 4/2 എന്ന് പറയുന്നത് വെറും ഒരു ഫോർമുലേ ഉള്ളൂ. ഇവിടെ 4 പേരെ കൊണ്ടുവരിക, അവരുടെ ഈ 2 പേര്. നീ ആരൊക്കെ ആയിരിക്കും കൊണ്ടുവരണ്ടാവുക? നീ ചേർന്നിട്ടല്ല, ഇൻ കേസ് ഇപ്പൊ നീ ചേരുമായിരുന്നെങ്കിൽ നീ ആരെയൊക്കെ ആയിരിക്കും വിളിക്കണ്ടാവുക? നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളൊക്കെ വെച്ച് നീ നോക്കി ആരൊക്കെ ആയിരിക്കും വിളിക്കണ്ടാവുക? ഈ 4ഉം അവരുടെ താഴെ ഈ 2 പേരുള്ള ഒരു 8ഉം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര പേര് വേണം? ആരൊക്കെ ആയിരിക്കും വരണ്ടാവുക? അപ്പൊ അവൻ പറയും ഞാൻ ചേരണാണെങ്കിൽ ഞാൻ നമ്മുടെ മറ്റേ തോമസിനോട് പറയും, പിന്നെ നമ്മുടെ ജേക്കബേട്ടൻ ഉണ്ടല്ലോ അവിടെ പറയും, പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ പുള്ളി കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ, പിന്നെ നിന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ മറ്റേ പുള്ളി, ആ പുള്ളിയും കൂടി ചേർത്താൽ നമുക്ക് നാലോ. ഓക്കെ, അവർക്കും ഈ 2 പേരും ഒക്കെ ആയിട്ട് ഓക്കെ ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കൂടാ? നീ ഉണ്ടെങ്കിൽ, നീ ഇല്ലാന്ന് വിചാരിച്ചോ, നീ വേണ്ട, നീ വന്നിട്ടില്ല, നീ വരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ 2 പേരും കൂടി ഒന്ന് ഇറങ്ങി നടന്നാൽ നിന്റെ ഈ 4x2 എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റൂടാ? 7 ദിവസം, അത് 10 ദിവസം, എത്ര ദിവസം വേണ്ടി വരുന്ന നീ വിചാരിക്കണേ? അപ്പൊ അവൻ പറയും ഒരു 10 ദിവസം, 15 ദിവസം. ഓക്കെ, നീ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇത് നടന്നു എന്ന് തന്നെ വിചാരിക്കേ. നടന്നാൽ ഒരു 20,000 രൂപ 25,000 രൂപ എല്ലാ മാസവും ഈ ഒരു ഒറ്റ കാര്യം നടത്തിയതിന്റെ പേരിൽ മാത്രം നിനക്ക് വന്നോണ്ടിരുന്നാൽ നല്ല കാര്യമല്ലടാ. നമ്മൾ 2 പേരും കൂടി ഇതാണ് നടത്തിയ പോലെടാ, വേറെ എന്താ പ്രശ്നം? നമുക്കിപ്പോ ഒരാഴ്ച കൊണ്ട് ചെയ്താൽ പോരെ? 7 ദിവസമല്ലേ നമ്മുടെ കയ്യില്, നമ്മളൊന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ലടാ. ഞാനില്ലേ നിന്റെ കൂടെ, നമ്മൾ ഒരുമിച്ചല്ലേ പോണേ? ഇതാണ് ഒരു മെത്തേഡ്. നമ്മൾ ഒരുമിച്ച് പാർട്ട് ടൈം ആയിട്ട് പോലും ഇത് ചെയ്താൽ ഇത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നല്ലേടാ? എന്താ നിനക്ക് അങ്ങനെ തോന്നാത്തെ? കാരണം ഇപ്പൊ തന്നെ നീ പറഞ്ഞു കഴിഞ്ഞു ഇത് തന്നെയാണ് പ്രൊജക്ട്, വേറെ ഒന്നുമില്ല. ഇത് നീ ഇപ്പൊ ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ട് നീ പറഞ്ഞു. ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് നടക്കും, ഇത് ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എല്ലാവരും അത്രേ ചെയ്യണുള്ളൂ, എല്ലാവർക്കും ച്യൂവബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യണുള്ളൂ. നമ്മൾ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. അതാണ് സംഗതി. ക്ലിയർ ആയോ? മൂന്നാമത്തെ നമുക്ക് അധികം സമയം കിട്ടുന്നില്ല, വർത്താനം പറയാൻ സമയം കിട്ടുന്നില്ല, നമ്മൾ വീഡിയോ ആണോ അയച്ചത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഈ മെത്തേഡ് കൂടുതൽ സൗകര്യം കിട്ടുക. വാട്ട് ഡിഡ് യു ലൈക്ക് ദ ബെസ്റ്റ് എന്നാണ്. എന്ത് തോന്നി, ബിസിനസ് എങ്ങനെയെന്നുള്ളതല്ല ചോദ്യം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഇതിനകത്തുനിന്നാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞേ. അല്ലാതെ ബിസിനസിനെ കുറിച്ച് എന്ത് പറയുന്നു അങ്ങനെയൊന്നും അല്ല. നിനക്ക് ബിസിനസ്സിൽ ഇഷ്ടപ്പെട്ടത് എന്തെന്നാണ് ചോദ്യം. അത് നോട്ട് ചെയ്ത് വെക്കണം. ബിസിനസിനെ കുറിച്ച് എന്ത് ചോദിക്കുന്നു എന്നുള്ള ചോദ്യം ഇനി മുതൽ ഒഴിവാക്കുക. നമ്മൾ എന്ത് ചോദിക്കുന്നു അതനുസരിച്ചിട്ടാണ് ആളുകൾ വളയുക. അതാണ് അതിന്റെ
NLP രീതി, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് രീതി, നിനക്ക് ഞാൻ ഈ പറഞ്ഞതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് കാര്യമാടാ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അയച്ചു തന്ന വീഡിയോയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നുടാ? നിന്നെ ഏറ്റവും കൂടുതൽ അപ്പീൽ ചെയ്തത് ഏത് പോയിന്റാടാ? അപ്പൊ അവൻ വരും, അവന്റെ ആൻസർ കേൾക്കാൻ വെയിറ്റ് ചെയ്യുക. അവന്റെ ആ ആൻസർ ആണ് ശരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ നിനക്ക് ഉറപ്പ് തരാം, അതിന് നീ പറഞ്ഞ കാര്യം കൊണ്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് കയറുന്നത്. അവൻ പറയാണ്, എടാ ഫ്രീഡം എന്ന് പറഞ്ഞൊരു സംഗതി, ഇപ്പൊ ജോലിയിലെ ശമ്പളം പ്രശ്നമായിട്ടല്ല, എനിക്ക് ഫ്രീഡം. എടാ ആ ഒറ്റ കാര്യം കൊണ്ടാടാ ഞാൻ വന്നത്, എന്നെ കൊണ്ടുവന്ന ആൾക്കാർ ഇഷ്ടം പോലെ വന്നത്, അവർക്കൊക്കെ ധാരാളം പണമുള്ള സാലറി ഒക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ആ ഫ്രീഡം ഇതുപോലെ ഇല്ലാന്നുള്ള ഈ ഒറ്റ കാര്യത്തിനാണ് ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നത്. നീ വാടാ, ഞാനുണ്ടടാ, ഫ്രീഡം നമ്മൾ റെഡിയാക്കി തരാം, നമുക്ക് ഒരുമിച്ച് നിന്ന് ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഇതേ കാരണം കൊണ്ടാണ് ആൾക്കാർ വരുന്നത്. അവൻ പറയാണ്, എന്ന് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാടാ ഈ പോയി ജോലിയിൽ നിന്ന് ഇത്രയല്ലേ വരുമാനം കിട്ടുള്ളൂ, അഡീഷണൽ വരുമാനം ഇല്ലാണ്ടാണ് ചെയ്യണേ. എക്സാക്ട്ലി, എടാ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ അതിന് ജോയിൻ ചെയ്തോണ്ടിരിക്കണേ. നീ എന്താ പറയണേ? സെക്കൻഡ് ഇൻകം ഇല്ലാണ്ട് വല്ല കാര്യം നടക്കൂ? അവൻ പറയുന്ന റീസണെ റീഇൻഫോഴ്സ് ചെയ്യാന്ന് മാത്രം, അല്ലാതെ അവിടെ വേറെ കാര്യങ്ങളിലേക്ക് പോരുത്. ഈ ഒരു പോയിന്റിൽ അവന്റെ ആ ഒരൊറ്റ കാര്യം അതുമ്മ തന്നെ കടിച്ചു തൂങ്ങിയിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നതിലാണ് മിടുക്കിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? വാട്ട് ഡിഡ് യു ലൈക്ക് ദ ബെസ്റ്റ് ആണ്. അപ്പൊ അവൻ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല, ചീത്ത പറയാനുള്ള ഓപ്ഷൻ ഇല്ല. മറ്റേത് ഞാൻ ചോദിക്കാണ്, എന്ത് തോന്നുന്നു ബിസിനസിനെ കുറിച്ച്? പാഴ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? ആലോചിച്ച് നോക്കൂ. മറ്റേത് അങ്ങനെ പറയാനില്ല, ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് ചോദിക്കുന്നത്. സോ ദാറ്റ് ഇസ് വളരെ ടാക്ട്ഫുൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, വളരെ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബെനിഫിറ്റ്സ് വളരെ കൂടുതലല്ലേ. നമ്മുടെ പ്രസന്റേഷനിൽ ഇത് മുഴുവൻ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സമയം, പണം, കുടുംബത്തോടൊപ്പമുള്ള സമയം, സ്വപ്ന സാക്ഷാത്കാരം, ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഏതാണ് അവന് ഇഷ്ടപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ച് കണക്ട് ചെയ്തുകൊണ്ട് അത് നമുക്കും മുന്നോട്ടുള്ള പോക്കിന് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, can we go to the next? നാലാമത്തെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് വളരെ ടാക്ട്ഫുൾ ആണ്, NLP ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് വളരെ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇതിന്റെ പേര്, അതിന്റെ ഹെഡിങ് എഴുതിക്കോളൂ, വാട്ട് ഈസ് യുവർ സ്കോർ? വാട്ട് ഈസ് യുവർ സ്കോർ? എന്താണ് നിങ്ങളുടെ സ്കോർ എന്നുള്ളതാണ് ഈ ടെക്നിക്ക്. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ അരുൺകുമാറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ കൊളീഗ്സ് ആണ്, ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും അരുൺകുമാർ ഇങ്ങനെ നോക്കാം, കുഴപ്പമില്ല ഇങ്ങനെ പ്രസന്റേഷൻ കഴിയുമ്പോൾ നമുക്കൊരു ഉറപ്പില്ല, ഇവൻ എവിടെ നിക്കണേന്നൊരു ഐഡിയ കിട്ടണല്ലോ നമുക്ക്. അപ്പൊ ഞാൻ പറയും, എടാ എല്ലാം വിട്, നീ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. ഒരു 1 മുതൽ 10 വരെ ഒരു സ്കോറിൽ നിന്റെ സ്കോർ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കൊന്ന് അറിയണം. നീ 1-ലാണ് നിക്കണമെങ്കിൽ നീ ഇതിനെ വെറുക്കുന്നു, ഈ പരിപാടി നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, വെറുത്തു, നീ ഒരിക്കലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് 1 സ്കോർ. നീ 10-ലാണ് നിൽക്കുന്നതെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് ഇപ്പൊ തന്നെ വർക്ക് ചെയ്യണം. നീ 1-ലാണ് നിൽക്കുന്നതെങ്കിൽ നിനക്കിത് വെറുപ്പാണ്, നീ ജന്മം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കാനില്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്നുള്ളൂ, നിനക്ക് ഇതിനകത്ത് ഒരു താല്പര്യമില്ല. നീ 10-ലാണ് നിൽക്കുന്നതെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് ഇപ്പൊ തന്നെ വർക്കിന് പോകണം, നിനക്ക് അത്ര എക്സൈറ്റ്മെന്റിലാണ് നീ നിൽക്കണേ. നീ എവിടെ നിൽക്കണേ? ഞാൻ നിങ്ങളോട് പറയണു, അവൻ മിക്കവാറും 3, 4, 5 എന്നുള്ള ഫിഗറുകൾ നിങ്ങളോട് പറയും. മനസ്സിലായോ? ഇനി അതിലെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, അവൻ 1-ന് മുകളിൽ എന്തു പറഞ്ഞാലും നിങ്ങൾ ജയിച്ചു. അതാണ് അതിന്റെ രഹസ്യം. 1-ന് മുകളിൽ അവൻ എന്തു പറഞ്ഞാലും ജയിച്ചു. ഉദാഹരണത്തിന് അവൻ 2-ആണ് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എനിക്കിത് ഇഷ്ടമായി എന്നാണ്. മറ്റത് എനിക്ക് ഇഷ്ടമല്ല, ഞാനിത് നിർത്തി, ഞാൻ ഈ ജന്മം ഇത് ചെയ്യില്ല എന്നുള്ളതാണ്. അവൻ 2 പറഞ്ഞാൽ പോലും അതിനൊരു റീസൺ ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നീ 2 പറഞ്ഞോളൂ, അതെന്താ അങ്ങനെ? നിന്നെ 10 ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണ്ട. മിണ്ടാതെ അവനോട് ചോദിക്കുക, 1 പറയാതെ നീ 2 പറഞ്ഞതിന്റെ സ്ഥിതി നിനക്ക് എന്നോട് വെറുപ്പില്ലെന്നുള്ളതാണ്. എന്താണ് നിന്നെ കൊണ്ട് 2 പറയിപ്പിച്ചത്?
ഒന്ന് പറയിപ്പിക്കാതെ നിന്നെ കൊണ്ട് 2 പറയിപ്പിച്ചത് എന്താ? അവൻ 4 പറഞ്ഞതെങ്കിൽ അവനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് 4 പറഞ്ഞത്? എന്തുകൊണ്ട്? ഏത് പോസിറ്റിവിറ്റി കൊണ്ടാണ് നീ 4 പറഞ്ഞത്? അവൻ ഒരു കാരണം പറയും, അല്ലെങ്കിൽ അവൻ ഒരു 2 കാരണം പറയും. ആ 1 or 2 കാരണത്തിന്റെ കൂടെ നിങ്ങൾ ഒരു 10 കാരണം കൂടി കൊടുത്താൽ ഉറപ്പ് ജോയിനിങ് ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആർ യു ഗെറ്റിംഗ് മീ? നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയിൽ എത്രയും പെട്ടെന്ന് റിസൾട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ പരിഭ്രാന്തനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ല. അവൻ നമുക്ക് വേണ്ടി തീരുമാനം എടുക്കുന്ന വിചാരിച്ചു. നമ്മൾ കൊണ്ടുവരുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്ത് നമ്മുടെ വണ്ടിയിലേക്ക് അവനെ കൊണ്ടുവന്നാലേ അവനും സക്സസ് ആവുള്ളൂ എന്നുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് വേണം. അല്ലാണ്ട് ഞാൻ അവനോട് ചെയ്യുന്ന ഒരു പാതകമല്ല പറഞ്ഞു തരുന്നത്. എങ്ങനെ അവനെ അടിച്ച് കുപ്പിയിലിടാന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ടെക്നിക്കുകൾ എന്ന് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഈ ടെക്നിക്ക് മുഴുവൻ ആളെ പിടിച്ച് കുപ്പിയിലടിക്കാനല്ല. നമ്മുടെ പണി തുടങ്ങുകയാണ് അയാളെ കൊണ്ടുവന്നാൽ. നമ്മൾ ഒരു നുണയും പറയുന്നില്ല, തെറ്റായ ഒരു വാക്ക് പറയുന്നില്ല, ആളുകളെ വളച്ചൊടിക്കുന്നില്ല, മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ശീലമാക്കണം സംസാരിക്കുമ്പോ. ഓക്കെ, ഈ 1 to 10 സ്കോറൊക്കെ പറഞ്ഞ് തുടങ്ങണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകും, അല്ലെങ്കിൽ എഴുതി വെക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. യു ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് ദിസ് ഓൺ എ റെഗുലർ ബേസിസ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്ത് പഠിക്കണം. ഇനി 5ാമത്തെ, ഇത് ഓരോന്നും ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ്. 5ാമത്തെ ചോദ്യങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട് ടൈം ഇൻകം, എത്ര പാർട്ട് ടൈം ഇൻകം കിട്ടിയാൽ നീ ഹാപ്പിയാണ്? വളരെ 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 ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു 1ാം തരം ക്വസ്റ്റ്യൻ ആണ്. അവൻ ചിന്തിക്കും. നിന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയി നീ മാറുന്ന രീതിയിലുള്ള ഒരു പാർട്ട് ടൈം ഇൻകം എത്രയായിരിക്കും? അവൻ എത്ര പറയും? അവനൊരു 25,000-30,000 ശമ്പളക്കാരനാണെങ്കിൽ അവൻ 1 ലക്ഷം എന്ന് പറയോ? ഇല്ല. അവൻ ഏറ്റവും സന്തോഷമുള്ളതെന്നാണ് നമ്മൾ ചോദിക്കണം. നിനക്ക് ഭയങ്കര സന്തോഷമാവാൻ പാകത്തിന് എത്ര പാർട്ട് ടൈം കിട്ടിയാൽ നീ സന്തോഷവാനാവും? ഈ ചോദ്യം എന്നോട് ഞാൻ ചോദിക്കുന്ന സമയത്ത്, ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് ചോദിക്കണമെങ്കിൽ ഞാൻ സുന്ദരമായിട്ട് പറഞ്ഞ ഒരു 15,000-20,000 കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എന്റെ EMI അടക്കാം, എന്റെ മറ്റുള്ള ചില അത്യാവശ്യ ചില കറക്കത്തിനുള്ള പൈസയൊക്കെ അതിനകത്ത് നിന്ന് കിട്ടുമെങ്കിൽ ശമ്പളം തൊടാതെ എനിക്ക് അപ്പുറത്ത് ഉണ്ടാക്കാൻ പറ്റും. ഐ വാസ് അബ്സല്യൂട്ട്ലി ഹാപ്പി. കാരണം ഒരു 1.5 ലക്ഷം രൂപയോളം എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നു. ഒരു 15 രൂപ 20 രൂപ എനിക്ക് പാർട്ട് ടൈം കിട്ടിയ ഞാൻ ഹാപ്പിയാണ്. എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്ന കാര്യത്തിലും ചിന്തിക്കുക. റിയലിസ്റ്റിക് ആണോ അല്ലയോ? ഞാൻ പറയുന്നത് വെറും ഭൗമികമായ നടക്കാത്ത കാര്യങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്നതല്ല. ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് ഈ ചോദ്യം എനിക്ക് ചോദിക്കാലോ, ആൾക്കാരോട് ചോദിക്കാം. അവരുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൻസർ ഞാൻ പറയുന്നു ഒരു 20,000-25,000 അപ്പുറത്തേക്ക് വരില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? am I right or not? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ഞാൻ നിന്റെ കൂടെ നിന്ന് നിനക്ക് ഈ പറയുന്ന 20,000-25,000 വരുമാനം 6 മാസത്തിനുള്ളിൽ നിനക്ക് എല്ലാ മാസവും കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ട് ഞാൻ തയ്യാറാക്കി കൂടെ നിന്ന് വിജയിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കോ? നീ ആഴ്ചയിൽ ഒരു 10-12 മണിക്കൂർ മാത്രം ഇട്ട്, ദിവസം ഒരു 1-2 മണിക്കൂർ ഇട്ട് ഞാനും കൂടെ നിന്ന് കൃത്യമായിട്ട് ഇത് വിജയിപ്പിക്കാവുന്ന ഒരു പ്രൊജക്ട് ഇട്ട് പാർട്ട് ടൈം ആയിട്ട് നിന്റെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിനെയും തടസ്സപ്പെടുത്താതെ ഒരു പ്രൊജക്ട് തയ്യാറാക്കി ഞാൻ നിന്റെ കൂടെ നിന്ന നീ എന്റെ കൂടെ വരൂ. പ്രൂവബിൾ ആണ്, വർക്കബിൾ ആണ്, റോക്ക് സോളിഡ് ആണ്. ഈ 6 മാസത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്ന 20,000 രൂപ നിന്റെ പൊക്കിയെടുക്കാം. നീ എന്റെ കൂടെ നിൽക്കുവോ? ഇഷ്ടപ്പെട്ടത് മെത്തേഡ്? ഇതിന്റെ ഗുണം എന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ. അവൻ ആഗ്രഹമുള്ളവൻ പറഞ്ഞു, അത് നമ്മുടെ കയ്യിലുണ്ടെന്ന് അവനെ കാണിച്ചു, അതിന് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനെയൊക്കെ LPB ലെഗിന്റെ ബേസിൽ നമ്മൾ സംസാരിക്കും. അതിന്റെ LPB ലെഗിന്റെ ബേസിൽ സംസാരിക്കും. നല്ല 2 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരുത്തൻ, അവനോട് 50,000 രൂപ കടത്തണം, അവൻ 50 വേണം എന്ന് പറയുന്നു. ഓക്കെ ഫൈൻ,
സാറേ 6 മാസം കൊണ്ട് 3 ലെഗ് LPB ആക്കി സാറിന്റെ 50,000 കിടത്താം. 3 ലെഗ് LPB കഴിഞ്ഞാൽ 50 കിടക്കും, ഉറപ്പായിട്ട് കിടക്കും. അത് കിടത്താൻ 10-35 ആൾക്കാർ മാത്രം മതി. അതിന് നമ്മൾ 4x2 സ്ട്രക്ചർ മതി. അതിന് ഞാൻ സാറിന്റെ കൂടെ നിൽക്കും. എന്റെ ഇപ്പൊ തന്നെ 600 ലിസ്റ്റ് ഉണ്ട്, സാറിനെ കൂടി ചേർത്ത് നമ്മൾ എല്ലാ ദിവസവും വർക്ക് ചെയ്ത് ഈ സ്ട്രക്ചറിലിട്ട് ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്താൽ ഈ സമയത്തിനുള്ളിൽ ഈ രൂപ എത്രയും കിടക്കും. ഇതാണ് എന്റെ കണക്ക്. ഞാൻ കൂടെ നിൽക്കാം. ഇന്ന് മാർക്കറ്റിൽ നടക്കുന്ന സ്പെസിഫിക് അല്ലാതെ വെറുതെ കണ്ണി കണ്ടത് പറഞ്ഞ് ഒരു സോപ്പും പേസ്റ്റും മേടിച്ച് ജോയിൻ ചെയ്യിപ്പിച്ച് വിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ആൾക്കാരുടെ. ഇതൊന്നുമല്ല, നമ്മൾ നേരെ പ്രൊജക്റ്റിലേക്ക് കിടക്കുകയാണ്. സോ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കളി ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില അപ്രോച്ചുകളാണ് വളരെ പെട്ടെന്ന് തന്നെ ഫൈനൽ ട്വിസ്റ്റ് എന്ന് പറയും. ഒരു ഫാസ്റ്റ് കൺവേർഷൻ, സീരിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ് പാർട്ട്ണറിലേക്കുള്ള കൺവേർഷന് നിങ്ങളെ സഹായിക്കുന്ന 7 അപ്രോച്ചുകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാമത്തെ മെത്തേഡ് വാചികമല്ല, സംസാരമല്ല, ആക്ഷൻ ആണ്. ഇപ്പൊ കൊറോണ ഉള്ളിടത്തോളം കാലം നമ്മളെപ്പോഴും ബോഡി ഡിസ്റ്റൻസിങ് ഉണ്ടെങ്കിൽ പോലും നമ്മള് ഒരു കൈ അവന്റെ ഷോൾഡറിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ഒരു കൈ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കുറച്ചു നേരം നമ്മൾ വർത്താനം പറഞ്ഞതിന്റെ എടുക്കണേൽ അവൻ കഴിച്ച എന്റെ ഒരു സഹോദരനെ പോലെ ഞാൻ പറയാണ്, ഈ സാധനം ഞാനുണ്ടാവും കൂടെ എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അധികം ആൾക്കാർ അത് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ വി മീൻ ഇറ്റ്. ഞാനത് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ ആൾക്കാർ പോവാത്തതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. വളരെ സീരിയസ് ആയിട്ട് ഞാനത് ഐ മീൻ ഇറ്റ് ഓൾസോ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാനത് ഉള്ളിൽ തട്ടി തന്നെ പറയുന്നതാണ്. അത് കൃത്യമായിട്ട് അതിന് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെ പറയുന്നു, എപ്രകാരം പറയുന്നു, എത്രമാത്രം സ്നേഹവും എത്രമാത്രം വാത്സല്യവും അതുപോലെ എത്രമാത്രം ഓണർഷിപ്പും റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ അപ്രോച്ചിലുണ്ടോ അതനുസരിച്ച് ആളുകൾ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കും. എന്നെ കൊണ്ട് കഴിയുന്നത് മുഴുവൻ, ഞാൻ എന്റെ പവറിലുള്ളത് മുഴുവൻ, എന്റെ എല്ലാ റിസോഴ്സുകളും ഞാൻ ഇടും. ഞാൻ നിന്റെ കൂടെ നിൽക്കും. നീ വിജയിക്കുന്നത് വരെ ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ. അതിനുശേഷവും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പ്രോബബ്ലി മരണം വരെ പോകുന്ന ഒരു യാത്രയിൽ ഞാൻ ഉണ്ടാവും നിന്റെ ഒപ്പം എന്നുള്ള ആ ഒരു വിശ്വാസം, അത് പറയാതെ പറയാന്ന് പറയും. ചില കാര്യങ്ങൾ പറയാതെ പറയുന്ന ഒരു സാധനമാണ് ഷോൾഡറിലുള്ള ഒരു പിടുത്തം, അല്ലെങ്കിൽ കൈകളിൽ വെച്ചിട്ടുള്ള ഒരു സംഗതിയും, ഒരു ഷേക്ക് ഹാൻഡും ഒരു പ്രസ്സും. ഞാൻ സഹോദരനെ പോലെ പറയാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കി, ട്രൈ ചെയ്ത് നോക്ക്. ജെന്യുവൻ ആയിട്ട് ചെയ്യണം. നിങ്ങളുടെ കണ്ണുകളിൽ അത് ഉണ്ടാവണം. പലപ്പോഴും ഉള്ളിലുണ്ട്, ഇത് കാണിക്കില്ല. ആൻഡ് ഈ 6th അപ്രോച്ച്, ഹാൻഡ് ഓൺ ദ ഷോൾഡർ ആണ്. ചുമലിലെ കൈ, ഹാൻഡ് ഓൺ ദ ഷോൾഡർ, ചുമലിലെ കൈ എന്നുള്ളതാണ് ആ ടെക്നിക്. ഫ്രണ്ട്ലി ഗസ്റ്റർ ആണ്, ഹാർട്ട്ഫുൾ അഷുറൻസ് ആണ്. ഇതൊരു ഫോർമൽ അല്ല, ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു അഷുറൻസ് ആണ്. നമ്മള് ടൈം കോട്ടും കെട്ടിയിട്ടുള്ള സംഗതിയല്ല. അവനെ അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നടന്നതും ഒരുമിച്ച് യാത്ര ചെയ്തതും ഒരുമിച്ച് സിനിമയ്ക്ക് പോയതും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തതും ഒക്കെ അവനറിയാം. നമ്മളുണ്ടാവും. നമ്മൾ വെറുതെ പറയുന്നതല്ല. നമ്മളൊരു ഒരു സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നവനാണെന്ന് അവൻ കണ്ടിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോഴും നമ്മൾ കെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടീമിന് വേണ്ടി നമ്മൾ ഇറങ്ങി നടക്കുന്നവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് കണ്ടിട്ടുണ്ട് ഇയാളെ ഏതറ്റം. ആ രീതിയിലുള്ള ഒരു ഫീല് അവർക്ക് കൊടുക്കാമെങ്കിൽ എവിടെ പോകാനാണ്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതിലൊന്നും വർക്കൗട്ട് ആവുന്നില്ല എങ്കിൽ ഒരു മാരകമായ അടിയാണ് 7ാമത്തെ അടി. സെവൻത്ത്, ഞാൻ എറണാകുളത്ത് ചെന്ന് കാലങ്ങൾക്ക് ശേഷം റോയിയെ കണ്ടു. റോയി അപ്പോ തിരക്ക് പിടിച്ചതിനിടയിൽ നിന്ന് വന്ന് ഞാൻ ഈ അവസരങ്ങളൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞപ്പോ റോയി അവിടെ ഇരുന്ന് വിനോദല്ലേ ആള്, അവന്റെ കയ്യിലില്ലാത്ത എന്താ ഉള്ള, അവൻ ആനയ്ക്ക് അണ്ടർവെയർ അടിക്കണവനാ എന്നുള്ള രീതിയിലാണ് റോയിയുടെ ഇരിപ്പ്. അപ്പൊ നമ്മളിത് മുഴുവൻ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഗതികേട് നമ്മളിപ്പോ സെയിൽസിലൊക്കെ ആയതുകൊണ്ട് റോയി നീ എന്നെ എന്ത് ചെയ്താലും ഞാൻ വരില്ലടാ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണ്. അവസാനത്തെ ആണി വരെ അടിച്ചു. 6ാമത്തെ ചുറ്റിയക്ക് ശിരസിൽ പ്രഹരിച്ചു, കൈമ തൊട്ടു, റോയി ഞാൻ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് അടിച്ചു. ഇതൊക്കെ കഴിഞ്ഞ അവസാനം ഒരു നിർത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ കളിയാണ്. എന്റെ റോയി ഒരു 1000 രൂപയുടെ സാധനം അല്ലെങ്കിൽ 2000 രൂപയുടെ സാധനം മേടിച്ച എനിക്ക് ഇന്ന് എന്ത് കിട്ടുന്ന റോയിയുടെ വിചാരം? റോയി പറയേ, റോയിയുടെ തോന്നലുണ്ടാവല്ലോ, വിനോദ് എനിക്ക് 2000 രൂപ ജോയിൻ ചെയ്യിപ്പിച്ച് 2000 രൂപയുടെ സാധനം എന്നെ കൊണ്ട് പിടിപ്പിച്ചാൽ വിനോദിന് ഇന്ന് എന്ത് കിട്ടും എന്നാണ് റോയി കരുതുന്നത്.
റോയ് അത് ഇപ്പൊ 10% ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കാൻ, 10ഓ 15ഓ ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ? എന്റെ റോയ് എനിക്ക് ആകെ കിട്ടാൻ പോണ 500 രൂപയാണ് മാക്സിമം, അല്ലെങ്കിൽ 50 രൂപയാണ്, അല്ലെങ്കിൽ 100 രൂപയാണ്. എന്താണോ നിങ്ങളുടെ സിസ്റ്റത്തിൽ വരുന്നത് അതനുസരിച്ച് നിങ്ങളുടെ പെർസെന്റേജ് എത്രയാണോ അത് പറയാലോ. ഇപ്പൊ നിങ്ങൾ 7% അല്ലെങ്കിൽ നിങ്ങൾ 7-ലെത്തി നിൽക്കണം, ഈ 10-ലെത്തി നിൽക്കണം, അയാൾ 7% വന്നു, അയാൾ ഒരു 2000 രൂപയുടെ സാധനം മേടിച്ച 1000 BV ആണ്, ആണോ അല്ലയോ? യെസ് ഓർ നോ? ഈ 1000 BV-യുടെ 3% ആണ് നിങ്ങൾക്ക് ഓവറായിട്ട് കിട്ടുക. ഞാൻ പറഞ്ഞത് ശരിയാണോ? അപ്പൊ നിങ്ങളുടെ വരുമാനം അയാൾ ജോയിൻ ചെയ്ത് ഈ പറഞ്ഞ സാധനം എടുത്താൽ നിങ്ങളുടെ വരുമാനം 30 രൂപയാണ്. എന്റെ റോയ് 30 രൂപ എനിക്ക് കിട്ടാൻ വേണ്ടി 2000 രൂപ റോയുടെ കളയോ ഞാൻ? ഞാനൊരു വിൽപ്പനക്കാരനും റോയ് ഒരു വാങ്ങണ ആളും അല്ല. ദയവ് ഇത് മനസ്സിലാക്കൂ. എനിക്കൊരു 30 രൂപ കിട്ടാൻ വേണ്ടി റോയുടെ 2000 രൂപ കളയോ? നമുക്ക് നാളെ കാണേണ്ടതല്ലേ, ബന്ധങ്ങളല്ലേ വലുത്. ഞാൻ കുറെ സാധനം വിൽക്കാൻ വന്നാലും റോയ് വാങ്ങാൻ വന്നാലും അങ്ങനെയാ റോയ് കണ്ടിട്ടുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കണു, റോയ് അവിടെ നിൽക്കണു. അതിനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് ഒരു പാർട്ട്ണർഷിപ്പിനാണ്. ഞാൻ 500 രൂപയുടെ പെട്രോൾ അടിച്ച് ഇവിടെ വന്ന് റോയിയെ കൊണ്ട് റോയ്ക്ക് ഇഷ്ടമല്ലാത്ത 2000 രൂപയുടെ സാധനം മേടിച്ച് 30 മേടിച്ചോണ്ട് പോകാൻ ഞാൻ പൊട്ടനാണോ? ഒരിക്കലും അല്ല. നമ്മൾ എത്ര ചെയ്യാനുള്ള റോയി, ഒരു 10 ജന്മം ജനിച്ച തീരാത്ത കാര്യങ്ങൾ നമുക്ക് ഇവിടെ 2-3 കൊല്ലം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന്റെ ഒരു പാർട്ട്ണർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമുക്കൊരു കളി കളിക്കാം, നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ആരുടെയും 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ ആളുകൾക്ക് കൊടുക്കൽ മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഇതുവരെ നേടാത്ത മുഴുവൻ നേടിയെടുക്കാം. അപ്പൊ നമ്മൾ ഒരേ സ്ഥലത്താണ് റോയ്, നമ്മൾ ഒരേ സ്ഥലത്താണ്. അല്ലാണ്ട് നമ്മൾ രണ്ട് സ്ഥലത്തല്ല, ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നല്ല. ഞാൻ വന്നത് നമുക്ക് ഒരുമിച്ച് പോകാനാ. ഞാൻ ഇത്ര നേരം പറഞ്ഞതും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കായിരുന്നു, റോയ്ക്ക് നല്ല ബുദ്ധി തോന്നട്ടെ, എന്റെ കൂടെ വരുന്ന നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഞാൻ ഉറപ്പ് തരാം. തോന്നുന്നുണ്ടോ റോയ്ക്ക് 2000 രൂപ ഞാൻ റോയുടെ കളയുന്നത്? ഒറ്റ അടിയാണ് അവസാനത്തെ. എന്ത് തോന്നുന്നു? എന്റെ ഉദ്ദേശം ആളുകൾക്ക് മനസ്സിലാവും. അരുൺകുമാർ എങ്ങനെയുണ്ട്? റോയ് വീഴും. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 7 കാര്യങ്ങളും സിമ്പിളാണ്, എഴുതി വെക്കേ. വലിയ വണ്ടി വേണ്ട, വലിയ ചെക്ക് കാണിക്കണ്ട, വലിയ ജാട വേണ്ട, വലിയ നുണകൾ പറയണ്ട. ആളുകളുടെ വിചാരം അതാണ്. ഈ 4 എഴുതി വെക്കുക. വലിയ വണ്ടി വേണ്ട, വലിയ ചെക്ക് കാണിക്കണ്ട, വലിയ ജാട വേണ്ട, വലിയ നുണകൾ വേണ്ട. ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിച്ചാൽ മതി. അവന് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ കുറുക്കി കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ചു പഠിക്കുക. ക്വസ്റ്റ്യൻസ് ആർ ആൻസേഴ്സ്. ഈ 7 കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അടുത്ത പ്രസന്റേഷനിലേക്ക് എന്തൊക്കെ കൊണ്ടുവരാമോ കൊണ്ടുവരാം. ഇനി ഇത് പഠിക്കാൻ വേണ്ടി ആളുകളെ കൊല്ലരുത്. ചിലപ്പോൾ ചെറിയ ആദ്യത്തെ ഒരെണ്ണം കൊടുക്കുമ്പോൾ തന്നെ സംഗതി റെഡി ആയെങ്കിൽ അത് അവിടെ നിർത്തണം. അല്ല, എനിക്ക് പഠിക്കാനുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ചെയ്ത് അവനെ കെട്ടിപ്പിടിച്ചൊന്നും പോരരുത്. വെറുതെ കൊറോണ പ്രശ്നം ഉണ്ടാക്കരുത്. അല്ല, വിനോദ് സാർ പറഞ്ഞിട്ടുണ്ട് ഒരു കയ്യിലൊരു പ്രസ്സിംഗ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ജോക്കിംഗ്. ബട്ട് ഈ പറയുന്ന 7 കാര്യങ്ങളും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും, മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ ബോധപരമായിട്ട് ഞാൻ പ്രയോഗിക്കാറുണ്ട്. അത് വളരെ ഇഫക്റ്റീവ് ആണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ട് ഞാൻ എന്താ ചെയ്യുന്നതിനെ കുറിച്ച്. ഞാൻ വളരെ കമ്മിറ്റഡ് ആണ്. അതൊക്കെ ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു സംഗതി. അപ്പൊ അതിലൂടെ ഞാൻ യാത്ര ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ പ്രസന്റേഷനിൽ വരാറുള്ള കാര്യങ്ങളെ ഞാൻ ഒബ്സർവ് ചെയ്ത് നോട്ട് ചെയ്ത് എന്റെ 25 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ള ബുക്കുകളിൽ നിന്നുള്ള ഡൗൺലോഡും പുതിയ സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമ്മൾ ഹോട്ടായിട്ടുള്ള 4 പേര്, ആ 4 പേരുടെ ഹോട്ടായിട്ടുള്ള ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. സ്നേഹവും ട്രസ്റ്റും ഉള്ളവരുമായിട്ട് ബിസിനസ് ചെയ്യാനാണ് ആളുകൾക്ക് താല്പര്യം. ഇവിടെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 100 PVയുടെ ഓണർഷിപ്പ് എടുക്കുന്ന ഒരാളായി ഒരു 10-12 ആളുകൾക്ക് ആ കൃത്യമായിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു ബിസിനസ് യൂണിറ്റ് ആണ് ഇവിടുത്തെ ബിസിനസ് പാർട്ട്ണർ. അതിന് പ്രത്യേക ക്വാളിഫിക്കേഷനും പരിചയങ്ങളൊന്നും വേണ്ട. നമ്മളോട് സ്നേഹം ഉണ്ടായി നമ്മുടെ ഒപ്പം ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരാൾക്കും ആ ബിസിനസ് പാർട്ട്ണർ ആവാൻ കഴിയും. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതുകൊണ്ട് തന്നെ
നമ്മുടെ വാം സർക്കിൾ ഹോട്ടായിട്ടുള്ള ആൾക്കാരിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഹോട്ടായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം, നമ്മൾ വിചാരിക്കുന്ന 2-3 ആൾക്കാർ നമ്മുടെ കൂടെ വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ചാർജ് കിട്ടും. ഒരുമിച്ച് ഇറങ്ങുമ്പോൾ 1+1 എന്ന് പറയുന്ന 2 അല്ല, 1+1 11 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോ കുറച്ചു നേരം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാനായിട്ട്. അടുത്ത ഞായറാഴ്ചയും ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള, നിങ്ങൾ ഒരു പക്ഷെ ഇതുവരെ കേട്ടിരിക്കാൻ വഴിയില്ലാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ട്രെയിനിങ്ങുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു റിജു ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ റിജു? ഓക്കെ ഫൈൻ. അപ്പൊ ഇത് റിജുവിന്റെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യും, നമുക്ക് നമ്മുടെ ഗ്രൂപ്പ്. ഏതായാലും വളരെ സന്തോഷം. കുറച്ചധികം ആളുകൾ സീരിയസ് ആയിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ട്രെയിനിങ്ങിന് കൂടുതൽ ആളുകൾ വരുന്നത് എന്തായാലും വളരെ സന്തോഷം തന്നെ. ഹയർ ലെവലിലുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് ലീഡർഷിപ്പ് പ്രോഗ്രാമുകൾ ടൈഗർ പ്രോഗ്രാം വഴി നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ട്രെയിനിങ്ങിലാണെന്ന് മനസ്സിലാക്കുക. അത് 100 PV കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി മാത്രം ജനുവരിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ മുതൽ ഡയറക്ടേഴ്സ് ആൻഡ് എബോവ് ആളുകൾക്ക് മാത്രമേ, ക്വാളിഫൈഡ് ഡയറക്ടർ ആൻഡ് എബോവ് ആളുകൾക്ക് മാത്രമായിട്ട് അത് കുറയ്ക്കുകയാണ്. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ നോൺ ഡയറക്ടേഴ്സ്. 100 PV കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആദ്യമായി വരുന്ന 50 പേർക്ക്, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത്തവണത്തെ ടൈഗർ പ്രോഗ്രാം 22-23 തീയതികളിലാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വരിക. സീരിയസ് ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനെയും ചെയ്യുന്നുണ്ട്. അവരുടെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരിക. ഒരു കാരണവശാലും 50-ൽ കൂടുതൽ നമ്മൾ ഇത്തവണ എടുക്കുന്നതല്ല. ഇതുകൂടി പറയുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അബ്രഹാം ചേട്ടനോട് സീരിയസ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. 5 മണി വരെയാണ് നമ്മുടെ സമയം. കുറച്ച് കൂടുതൽ നേരം എടുത്തു. 14 മിനിറ്റിൽ നിങ്ങൾക്ക് വേണ്ട വിശേഷങ്ങളും ആശയങ്ങളും പങ്കുവെക്കാനായിട്ട് പ്രഗത്ഭരെ വിളിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സീ യു ഓൾ അറ്റ് ദി ടോപ്പ്. ഐ ലവ് യു ഓൾ. താങ്ക് യു വിനോദ്ജി. അരുൺജി, നമുക്ക് അബ്രഹാം ചേട്ടൻ എന്ന് വിളിക്കണ്ടേ? കാര്യം ശരിക്കും ഇതിന്റെ എല്ലാം ഒരു കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് അബ്രഹാം ചേട്ടൻ തന്നെയാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആള്. ഒന്ന് ക്ഷണിച്ചോളൂ. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത് ശ്രീ അബ്രഹാം വർഗീസ്. അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോറി ഡ്രൈവർ ആയിരിക്കുന്ന അവസ്ഥയിലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. പ്രശസ്തമായ ഒരു കമ്പനിയിലൂടെ 4 മാസത്തിനുള്ളിൽ ലോറി ഡ്രൈവർ എന്ന ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ഫുൾ ടൈമറായി മാറി. കേരളത്തിൽ ആ കമ്പനിയിൽ ഏറ്റവും ഹയസ്റ്റ് ഏർണിംഗ് ചെയ്യുന്ന 2ാമത്തെ ആളായിട്ട് വളരാൻ അദ്ദേഹത്തിന് സാധിച്ചു. 26ഓളം രാജ്യങ്ങളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടി ആ കമ്പനി അദ്ദേഹത്തെ അയച്ചു. ഇപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്ത പൈസ വെച്ച് അദ്ദേഹം ഒരു കർട്ടൻ ബ്ലൈൻഡ്സിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫിഷിംഗ് ബോട്ട് അദ്ദേഹത്തിനുണ്ട്. ട്രെയിനറാണ്, മെന്ററാണ്, മോട്ടിവേഷൻ കോച്ചാണ്. മോദി കെയർ റാങ്ക് അദ്ദേഹത്തിന്റെ പ്ലാറ്റിനം ഡയറക്ടർ. മോദി കെയർ വെഹിക്കിൾ ഫണ്ട് ഉപയോഗിച്ച് കിയ സോണറ്റ് കാർ അച്ചീവർ ആണ്. വിത്ത് എവരിബഡീസ് പെർമിഷൻ, ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ അബ്രഹാം വർഗീസ്. അബ്രഹാം ചേട്ടാ, ഓവർ ടു യു. അൺമ്യൂട്ട് ചെയ്തായിരുന്നോ? ഇല്ല, അവിടെ മ്യൂട്ടായിട്ട് എപ്പോഴും കാണുന്നു. റിജുന് എന്നോട് എന്തോ ദേഷ്യമുണ്ട് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. എന്തായാലും അരുൺജിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇന്ന് വിനോദ് സാറ് വളരെ വ്യക്തമായിട്ട്, ഞാൻ 6 പേജ് എഴുതിയെടുത്തു കേട്ടോ, ചുമ്മാ പറയുന്നതല്ലേ. 6 പേജ് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരു പുതിയ ബുക്ക് വാങ്ങിച്ചിട്ട് 6 പേജ് എഴുതിയെടുത്തു. കാരണം പറഞ്ഞത് അതേപടി എനിക്ക് റെക്കോർഡും വേണ്ട, കറക്റ്റ് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇതിങ്ങനെ എഴുതിയെടുത്തു. കാരണം ഓരോ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇത് അങ്ങനെ എഴുതിയെടുത്താലേ നമുക്ക് പഠിക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുള്ളൂ. ഈ ഹാളിൽ ഇരിക്കുന്ന അല്ലെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന വ്യക്തികള് ഞാനൊരു ലീഡർ ആവണം. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യത്തുള്ളൂ, ഈ ബിസിനസ് ചെയ്യാൻ ഇന്ന് ജോയിൻ ചെയ്തൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു പോകും. ഇന്ന് ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന, ഇന്ത്യയിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുണ്ട്.
ആ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ട ക്വാളിറ്റി ഒരു ലീഡർ ആവാം, നല്ലൊരു ലീഡർ ആവാം. എന്നും കഥകളി കാണുന്ന വ്യക്തി ആവരുത്, ഞാൻ കഥകളി അഭിനയിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. ഈ കഥകളി കാണുന്ന വ്യക്തിയും കഥകളി അഭിനയിക്കുന്ന വ്യക്തിയാവുമ്പോൾ കഥകളി കാണുന്നവൻ പൈസ കൊടുത്ത് അവിടെ പോയി ഇരിക്കണം. കഥകളി എടുക്കുന്നവൻ, അത് അഭിനയിക്കുന്നവൻ പൈസ വാങ്ങിച്ചിട്ട് അവൻ ടാറ്റ പറഞ്ഞു പോകും. നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലെ ഒരു ലീഡറായി മാറണം. ലീഡറായി മാറാതെ ഈ ബിസിനസ് വിജയിക്കും എന്ന് വിചാരിക്കേണ്ട. ഇതിന് ക്വാളിഫിക്കേഷൻ വേണ്ട. കാരണം എന്താ, ഞാൻ അധികം ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തി അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെയും എന്റെ അപ്പന്റെയും പേരല്ലാതെ ഒരു സ്പെല്ലിങ് തെറ്റാതെ ഒരു ഇംഗ്ലീഷിൽ ഒരു പേരെഴുതാൻ സത്യമായിട്ടും എനിക്കറിയില്ല. അത് എന്റെ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്റെ മൊബൈൽ മേടിച്ചിട്ട് നോക്കിയേ കാണാം, അതിനകത്ത് സ്പെല്ലിങ്ങുകൾ എല്ലാം തെറ്റുണ്ടാവും. കാരണം എങ്കിലും ഞാൻ കണ്ടെത്തും, ഞാൻ അത് വിളിക്കുകയും ചെയ്യും, ഞാൻ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാം, ഹിന്ദി സംസാരിക്കാം, തമിഴ് സംസാരിക്കാം, തെലുങ്ക് സംസാരിക്കാം, അത്യാവശ്യം എല്ലാ ഭാഷകളും സംസാരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. ഇന്ന് കേട്ട ഇത്രയും നല്ല വിനോദ് സാറിന്റെ ഇത്രയും നല്ലൊരു സെഷൻ എത്ര പേജ് എഴുതി എടുത്തിട്ടുണ്ടാവും എനിക്ക് അറിയില്ല. ഞാൻ ഒരു അക്ഷരം തെറ്റാത്ത വിനോദ് സാർ ഏത് സെഷനിലാണോ അത് അവതരിപ്പിച്ചത് അത് അതേപടി എഴുതിയെടുത്തു. അരുൺ സാർ പറഞ്ഞു അതും അതേപടി എഴുതിയെടുത്തു. മറ്റേ ശ്രീജിത്ത് പറഞ്ഞു അത് ഏകദേശം എഴുതിയെടുത്തു. അത്രയും സ്പീഡ് കൂടുതലാണ് ശ്രീജിത്തിന്, അതുകൊണ്ട് അതേപടി എഴുതാൻ എനിക്ക് പറ്റിയില്ല. ഏകദേശം ഞാൻ നോട്ട് ചെയ്തു. ഇത് ചെയ്യുമ്പോൾ ഈ സെഷൻ കഴിഞ്ഞിട്ട് റിവൈൻഡ് ചെയ്യാൻ പറ്റണം. റിവൈൻഡ് ചെയ്തിട്ട് അത് വലിയൊരു ഡയറിയിലേക്ക് മാറ്റാൻ പറ്റും. ആ സമയത്ത് നാളെ ഞാനൊരു ലീഡർ ആകണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ആരും പോവാതെ നിൽക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചു, വന്നപ്പോൾ മുതലുള്ള മൊമെന്റം ഇതുവരെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ പോകണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അതിക്ക് മുൻപ് വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സീരിയസ് ആയ ആൾക്കാരാണ്. നിങ്ങൾ 10 മിനിറ്റ് കൂടി എന്നെ ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ ഇന്ന് ഏറ്റവും നല്ല സ്ഥലത്ത് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ മുൻ ജന്മ സുഹൃതമാണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. 10-20 വർഷം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി ഉള്ള എക്സ്പീരിയൻസിൽ പല ആളുകളും ചേർത്തിട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് തരാതെ, കറക്റ്റ് ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യാതെ നമ്മൾ അനാഥയെ പോലെ, അപ്പനും അമ്മയും ഇല്ലാത്ത മക്കളെ പോലെ നടക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഇവിടെ അതല്ല. ഇവിടെ ശരിക്കും അപ്പന്റെയും അമ്മയുടെയും പ്രൊട്ടക്ഷൻ എത്ര നമുക്ക് വേണം, ഏത് രീതിയിൽ വേണം, എങ്ങനെ വേണം, എപ്പോ വേണം, അതെല്ലാം തരുന്ന ഒരു ലീഡർ നമുക്കുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പൊ അത്രയും നല്ലൊരു ലീഡർഷിപ്പിൽ നമുക്ക് വരാൻ സാധിച്ചു. ആ ലീഡർഷിപ്പ് ന്യൂ ലൈഫ് ഓർഗനൈസേഷൻ. ആ ന്യൂ ലൈഫ് ഓർഗനൈസേഷനിൽ നമുക്കറിയാം, ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, IKN 1010 MLM ഗുരു ചാനലും ഇത് നോക്കിയാൽ മാത്രമേ ഈ ബിസിനസ് ചെയ്യാം. ഇനിയിപ്പോ വേറെ ഒന്നുമില്ല. ഏത് രാജ്യത്തുള്ളവനും, ഇന്നലെ ആന്ധ്രയിലുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ച, എന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, എന്നെ വിളിച്ചിട്ട് സാറേ ഹെൽപ്പ് കിട്ടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഇന്ന് IKN 10 മലയാളം അറിയാവുന്ന ആളാ, തെലുങ്കനാണെങ്കിലും മലയാളം അറിയാം. ഞാൻ മലയാളത്തിൽ അദ്ദേഹത്തിനോട് സംസാരിക്കുക, തെലുങ്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്ലിയർ ആവില്ല, ഞാൻ പറയുന്നത് തെലുങ്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ IKN 101 അല്ലെങ്കിൽ MLM ഗുരു ചാനലും ഉണ്ടെങ്കിൽ പിന്നെ ഈ ബിസിനസ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തില്ല, 100%. ഇപ്പൊ എടുത്ത സെഷനും IKN 1 വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ, നിങ്ങൾ ഒരു ലീഡർ ആവാം. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലീഡറാണ്. എന്റെ ടീമിൽ ഒരാളുണ്ടോ, ആ ഒരു വ്യക്തിയുടെ ലീഡർ ഞാനാണ്. എന്റെ ടീമിൽ 4 ആളായോ 4 വ്യക്തിയുടെ ലീഡർ ഞാനാണ്. 10 ആളായോ 10 വ്യക്തിയുടെ ലീഡർ ഞാനാണ്. അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണ് മുകളിലേക്ക് പോകുന്നത്. ഓണർഷിപ്പ് ഇല്ലാത്തവരാണ് കുറെ നാള് കുറച്ച് പുഴയിൽ നീന്തൽ പഠിക്കാൻ പോവെ കൈയും കാലടിച്ചിട്ട് വെള്ളം കുടിച്ച് ചാവണത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ലക്ഷ്യം വേണം, അതിന് പഠിപ്പ് വേണ്ട. ലക്ഷ്യത്തിന് പഠിപ്പ് വേണ്ട. പഠിപ്പ് നല്ലത്. പക്ഷെ ഇന്ന് അരുൺജിയെ പോലുള്ളവരെയും അല്ലെങ്കിൽ ശ്രീജിത്തിനെ പോലുള്ളവരെയും വിനോദ് സാറിനെ പോലുള്ളവരെ കാണുമ്പോൾ എനിക്കൊരു അസൂയുണ്ട്, എനിക്ക് പഠിപ്പില്ല. പക്ഷെ അവര് ചെയ്യുന്ന അതേ കാര്യം തന്നെ ഞാൻ ചെയ്യും. അതെന്തുകൊണ്ടാ? അവരിൽ നിന്നും കിട്ടുന്ന അറിവുകളെ ഞാൻ ഒരു വലിയ നിധിയായിട്ട് എടുത്ത് മാറ്റി സൂക്ഷിച്ചു വെച്ചിട്ട് അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഒരു പ്രാവശ്യം അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ 10 പ്രാവശ്യം പഠിച്ചിട്ട് അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും. ഇതാണ് ലീഡർ ആവാൻ ആഗ്രഹിക്കേണ്ട, ലീഡർ ആവാൻ വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. അതുണ്ടാക്കിയെടുക്കാം നിങ്ങൾ. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യം അതാ, നിങ്ങൾ ലീഡർ ആവാതെ നിങ്ങൾ താഴെയുള്ളവനെ ലീഡറാക്കാൻ നടക്കുന്നവൻ ഒരിക്കലും വിജയിക്കില്ല. ഞാൻ എന്റെ ടീമിന്റെ റോൾ മോഡൽ ആയിരിക്കണം, ഞാൻ എന്റെ ടീമിന്റെ എക്സാമ്പിൾ ആയിരിക്കണം. എന്റെ ടീം, പലരും പറയാറുണ്ട് എന്റെ ടീം എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് എന്റെ ടീമിൽ ഒരുത്തം വന്നിട്ട് പറഞ്ഞ ടീം എന്നെ ബഹുമാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ടീം ബഹുമാനിക്കാത്ത?
നിങ്ങളൊരു ലീഡറാണെന്നും നിങ്ങൾ ചങ്കുറ്റമുള്ളവനാണെന്നും നിങ്ങൾ ഈ ബിസിനസ്സിൽ ഗ്രോ ചെയ്തിരിക്കുന്നു, നിങ്ങൾ കൃത്യമായിട്ട് റെഗുലർ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്തിരിക്കും. ഇനി ഏതെങ്കിലും വ്യക്തി അടുത്ത് മസിൽ പിടിച്ചു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ അടുത്ത ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത് നോക്കിയേ, അവൻ തന്നെ വരും. ആ മസിൽ പിടിച്ചവൻ, യാതൊരു സംശയമില്ല. ആ മസിൽ പിടിച്ചവന്റെ പിന്നാലെ അയ്യോ പോയില്ലോ എന്ന് ഓർത്ത് വിഷമിക്കണ്ട, അവൻ മസിൽ പിടിക്കും. നിങ്ങൾ കാരണന്മാര് പറയാറുണ്ട്, എലിയെ തോപ്പിച്ച് ഇല്ലത്തിന് തീ കൊടുത്താൽ ഇല്ലം കത്തിപ്പോവും, എലി രക്ഷപ്പെടും. ഇവിടെ അത് തന്നെയാ. ഇവിടെ നമ്മൾ ഈ ബിസിനസ്സിൽ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ആവാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ടിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കണം. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. എനിക്ക് ഈ 2020 നിങ്ങൾക്ക് ഒരു ലീഡറായി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി 2020 അവസാനിക്കാൻ പാണ്. വിനോദ് സാർ പറഞ്ഞ വീട് തന്നെ ഞാൻ പറയുന്നത്. ഈ 2020 അവസാനിക്കുമ്പോൾ ഇന്നലെ വരെ ചെയ്തു തീർത്തിട്ട് 2020 നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ടായത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ 18 ദിവസം കൊണ്ട് അത് എത്തിപ്പെടാൻ സാധിക്കും. മനസ്സ് വേണം. അതിനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ എത്തൂ. ഇനി അതും മാത്രമല്ല, ഇന്ന് ഇതിനകത്ത് ഒരു വ്യക്തി മാത്രമുള്ളൂ എന്ന് വരിക, എന്റെ കൂടെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇല്ല, ഞാനൊരു വ്യക്തിയുള്ളൂ, ഞാനൊരു ലീഡർ ആയിരിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഒരു സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. പല വ്യക്തികളും സമയം വേസ്റ്റ് ആക്കുന്നത് TV കണ്ട്, സീരിയൽ കണ്ട്, സിനിമ കണ്ട്, ആവശ്യമില്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ കണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വാട്സാപ്പ് ആളുകൾക്ക് വിട്ട്. ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ ഒരാൾക്കും ഒരു ഗുഡ് മോർണിംഗ് വിടും എന്നല്ലാതെ ഒരു വാട്സാപ്പ് സന്ദേശം വേറെ കേൾക്കാനും തയ്യാറല്ല, വിടാനും തയ്യാറല്ല. എനിക്ക് കൂടുതൽ വാട്സാപ്പ് സന്ദേശം തന്നെ ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്യും. ഈ നെഗറ്റീവ് വാട്സാപ്പ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്, സൗദി അറേബ്യയിൽ കഴുത്തറുത്തൊക്കെ. ഇതൊന്നും കേൾക്കാനുള്ള നേരം എനിക്കില്ല. കാരണം ഞാൻ ഒരു ലീഡർഷിപ്പിലേക്കാണ് പോണേ. എന്റെ എനർജി പോസിറ്റീവ് ആയിരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ. എന്റെ എനർജി പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എനിക്ക് പോസിറ്റീവ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. എനിക്ക് പവർ ഉണ്ടെങ്കിൽ മാത്രമേ പവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. എനിക്ക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നോളജ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. എനിക്ക് ഡ്രീം ഉണ്ടെങ്കിൽ ഡ്രീം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. ഈ സിനിമ കണ്ടതുകൊണ്ടോ സീരിയൽ കണ്ടുകൊണ്ടോ കല്യാണ വീട്ടിൽ പോയി തപസ്സിരുന്നുകൊണ്ടോ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ ബിസിനസ്സിലെ വിജയിച്ച വ്യക്തി 1 മിനിറ്റ് കിട്ടിയാൽ, എന്റെ പ്രയർ അല്ലാതെ മറ്റൊരു മിനിറ്റ് കിട്ടിയാൽ ഞാൻ ഈ ബിസിനസ്സിനകത്ത് ചെയ്യുന്നത് ലീഡർഷിപ്പിന്റെ വീഡിയോ ഓരോന്നും കേൾക്കും. ഞാൻ കേട്ടതല്ലേ, ചിലരും ചിന്തിക്കുന്ന. ഇന്ന് ഞാൻ ഒരാളെ ഈ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തപ്പോ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് തന്നെയല്ലേ? അല്ല, ഓരോ ദിവസം വ്യത്യസ്തമായ ഒരു വേടെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പിനെ ക്വാളിറ്റി കൂട്ടും, മാറ്റുകൂട്ടും. വെറുതെ ഒരു വ്യക്തി 50 ബിസിനസ് വെറുതെ ഡയമണ്ട് ആയില്ല ഒരാള്. അത് ഡയമണ്ട് ആവണമെങ്കിൽ കാർബണ ഉരച്ച് പോളിഷ് ചെയ്ത് അവൻ ഡയമണ്ട് രൂപത്തിലേക്ക് എടുക്കുമ്പോഴാണ് ഡയമണ്ട് ആവുള്ളൂ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി ഉള്ളൂ നോക്കിയാൽ നിങ്ങൾ ഒരു വ്യക്തി. രണ്ടാമതൊരാൾ ഈ ബിസിനസ്സിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ പാർട്ട് ടൈം ചെയ്തോട്ടെ, ഫുൾ ടൈം നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ 1 മിനിറ്റ് കിട്ടിയാൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ മക്കളാണ്, അവരെ നിങ്ങൾ വിളിക്കാനും അവരെ സ്വാതന്ത്ര്യപ്പെടുത്താനും അവർക്ക് അറിവ് കൊടുക്കാനും നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ അവർക്ക് കൊടുക്കാനും നിങ്ങൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്തു കൊടുക്കാനും നിങ്ങൾക്ക് മനസ്സുണ്ടാവും. അല്ലാതെ ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങള് ഇതായിട്ട് പോവരുത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് ഒരു വ്യക്തി ഉള്ളെങ്കിൽ ഈ ഒരു 12 മാസം ഈ മാസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 4 പേരെ സ്പോൺസർ ചെയ്യുക. ആദ്യം 4 പേരെ സ്പോൺസർ ചെയ്യുക. 4 പേരെ സ്പോൺസർ ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നൊന്തിറങ്ങുകയാണെങ്കിൽ 2 ദിവസം 3 ദിവസം മതി സുഹൃത്തുക്കളെ. മനസ്സ് നൊന്തിറങ്ങണം. വെറുതെ ഒന്നും ഈ കോടികൾ കിട്ടണ ബിസിനസ് മനസ്സൊന്നും നോവാതെ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഫണ്ടിങ് ചെയ്യാം. ആരെയും ബോധിപ്പിക്കണ്ട. ഞാൻ വിനോദ് നമ്പൂരി സാറിനെ ബോധിപ്പിച്ച് ഈ ബിസിനസ് ചെയ്താൽ ഞാൻ വിജയിക്കില്ല. ഞാൻ ഒരാളെയും ബോധിപ്പിക്കരുത്. എന്റെ ബിസിനസ്സാണ്, ഞാൻ ചെയ്തേ വിജയിക്കണം. ഞാൻ ചെയ്ത് വിജയിക്കണമെങ്കിൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ, എന്റെ ചങ്കിന്റെ ഉള്ളില്, എന്റെ ബ്രെയിനിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നത് ഈ ബിസിനസ് കൂടി ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ആവുന്നതോ അല്ലെങ്കിൽ ഈ ബിസിനസ് കൂടി പ്രസിഡന്റ് ഡയറക്ടർ ആയിരിക്കണം. അല്ലാതെ സ്വപ്നം കാണുന്നത് പാമ്പിന്റെയും പഴുതാരനെ ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ബിസിനസ് കയറിയിട്ടില്ല. നിങ്ങൾ പകല് പാമ്പിന്റെയും പഴുതാരനെയും കാര്യം ഓർത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഈ മാസം 100 PV 4 പേരെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഇന്നത്തെ സെഷൻ മാത്രം മതി. ആ 4 പേരെ സ്പോൺസർ ചെയ്തിട്ട് അവർക്ക് ഈ 2 പേരെ എത്തിക്കാൻ അവരെ നിങ്ങൾ കയ്യിലേക്ക് എടുക്കുക. അവര് നിങ്ങളുടെ മക്കളാണ്. അല്ലാതെ കിട്ടിപ്പോയി എന്ന് കാണിക്കണ്ട. നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് അർപ്പിക്കുക. ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ അതിലേക്ക് ആ വ്യക്തിനെ അർപ്പിക്കുക. ആ വ്യക്തി ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
അവന് വേണ്ടി നിങ്ങളുടെ മനസ്സ് ദാഹിക്കുക. ആ വ്യക്തിക്ക് 2 പേരെ സ്പോൺസർ ചെയ്ത് കൊടുക്കുക. അവരെ 100 വീല് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നിങ്ങളുടെ ടീമിൽ എത്ര പേര് വന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. 4 3 3 4 12 പേരായി. ഈ 12 പേരെ മാത്രം നിങ്ങൾ ഡിസംബർ 31-ാം തീയതിക്കുള്ളിൽ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ 4 പേരോ ഈ ബിസിനസ്സിൽ ഒരാളുള്ള വ്യക്തികളെ ഞാൻ പറഞ്ഞു. ഒരു വ്യക്തി മാത്രമുള്ളെങ്കിൽ 12 പേരെ നിങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഈ 12 പേരോട് പറയാ, ഞാൻ എന്തായാലും ഈ ബിസിനസ്സിനകത്ത് ഈ വർഷം വലിയൊരു പിന്ന് നേടാൻ ഉദ്ദേശിക്കുകയാണ്, വലിയൊരു ഇൻകം നേടാൻ ഉദ്ദേശിക്കുകയാണ്, എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമാണ്, ഞാൻ അത് നേടിയേ പറ്റൂ, എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ 4 പേർക്ക് അത് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അതേപോലെ തന്നെ അല്ലാതെ ഞാൻ മാത്രം നേടുന്ന ബിസിനസ് അല്ലാതെ എന്റെ ടീമിന്റെ ഏറ്റവും ക്യാപ്റ്റൻ ആയിട്ടുള്ള എന്റെ ചങ്കായിട്ടുള്ള നിങ്ങൾക്ക് 4 പേർക്ക് ഈ ഇൻകം വാങ്ങിച്ചു തരാൻ ഞാൻ തീരുമാനിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് വിജയിപ്പിക്കണം. അതിനുവേണ്ടി അവര് ലിസ്റ്റ് ഉണ്ടോന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് അവന്റെ വീട്ടിൽ ലിസ്റ്റ് ഉണ്ടാക്കാൻ മടിയുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ചെന്നിരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ജനുവരിയിൽ എന്തെത്തണം, ഫെബ്രുവരിയിൽ എന്തെത്തണം, മാർച്ചിൽ എവിടെ എത്തണം, ഏപ്രിൽ മാസം എവിടെ എത്തണം, മെയ് മാസം എവിടെ എത്തണം, ഓരോ മാസത്തെ കാൽക്കുലേഷൻ ഉണ്ടാവണം. അതല്ലാതെ ഒരു കൊല്ലത്തെ കണക്കല്ല വേണ്ട. എന്നിട്ട് 12 മാസം അടുത്ത 2021 ഡിസംബറിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രസന്റ് ഡയറക്ടറും 2 leg LPV ആവാൻ സാധിക്കും നിങ്ങൾക്ക്. അതേ സ്ഥാനത്ത് നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച ആൾക്കാരെയും ഈ ബിസിനസ്സിനകത്ത് 1 leg LPVയും മിനിമം ഒരു പ്ലാറ്റിനം ആക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ വ്യക്തമായിട്ട് പ്ലാനിങ് ഉണ്ടാക്കി വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് വിജയിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു വ്യക്തമായിട്ട് പ്ലാനിങ് ഉണ്ടാക്കി വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എഫോർട്ട് എടുക്കാതെ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇന്നും ഞാൻ പലരോടും പറയാറുണ്ട്, ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ 1 രൂപ മിസ്സാവാത്ത ആളാ. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഞാൻ കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് മണി മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് ചെയ്തത്. എന്റെ അപ്പനെ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ സമയത്ത് കിട്ടിയ പൈസയും ഞാൻ റീഇൻവെസ്റ്റ് ചെയ്തു. ആ സമയത്ത് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അന്ന് കിട്ടിയ എന്റെ 10 ഇരട്ടി ഉണ്ടാക്കാൻ ഇന്ന് സാധിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, അത്രയും കോടികളെ നേടാൻ പറ്റുന്ന ഒരവസരം ഇന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ കിട്ടുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചാൽ വരുന്ന ഒരു 5 വർഷം കഴിയുമ്പോൾ ഇന്ന് ഈ മീറ്റിംഗ് കേട്ട വ്യക്തികൾ എന്നെ കാണുമ്പോൾ പറയും, സാറേ അന്ന് സാറിന്റെ ആ ഒരു സെഷനും വിനോദ് സാറിന്റെ സെഷനുമാണ് എന്റെ ഡിസിഷൻ എടുത്തത്. ഇന്ന് അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ആയിട്ട് സാറേ ഇന്ന് 10 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം വാങ്ങിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇതുപോലൊരു ട്രെയിനിങ് കിട്ടുന്ന, ഇതുപോലെ നമ്മളെ കൂടെ നിർത്തി സഹായിക്കുന്ന ഇത്രയും ലീഡർഷിപ്പ് ഉള്ള ഒരു ടീമും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തില്ല. ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി വ്യക്തമായിട്ട് പഠിച്ചിട്ടാ പറയുന്നത്. നിങ്ങൾ പുതിയ ജോയിൻ ചെയ്ത് വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ദിവസം ഇന്ന് നിങ്ങൾ ഈ നിമിഷം മുതൽ സീരിയൽ കാണാൻ പോവാതെ, സിനിമ കാണാൻ പോവാതെ, അയൽക്കത്തെ എന്താ ഒച്ചപ്പാടുന്ന് കേൾക്കാൻ പോവാതെ നമ്മളുടേതായ ഈ ബിസിനസ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റി നിങ്ങളുടെ ലീഡേഴ്സിനെ, അരുൺജി പറഞ്ഞു മെന്റർ എന്ന് പറയുന്ന സാധനത്തിനെ മുറുക്കി പിടിക്കുക. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെ മുറുക്കി പിടിക്കുക. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈയും വന്ന് നിങ്ങളുടെ കൈക്ക് പിടിക്കേണ്ട വന്നാൽ അതിലും നല്ല ആളെ കിട്ടുമ്പോ അപ്ലൈയും പതുക്കെ കൈ അഴച്ചിട്ട് അങ്ങോട്ട് പോകും. നിങ്ങൾ അനാദിയായി പോകും. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈന്റെ കൈക്ക് മുറുക്കി പിടിച്ചിട്ട് ഞാൻ വിടില്ല ചേട്ടാ, ഞാൻ വിടില്ല സാറേ, എനിക്ക് വിജയിച്ചേ പറ്റൂ, ഞാൻ എന്റെ അപ്ലൈയിൽ വിനോദ് സാറിനെ ശല്യപ്പെടുത്തുന്ന വ്യക്തിയാ, ശല്യപ്പെടുത്താതെ പറ്റില്ല, ശല്യപ്പെടുത്തുന്നവനാ വിജയിക്കുള്ളൂ. അത് ഒരു നല്ല ലീഡർക്ക് അതൊരു മോശമായ ചിന്താഗതി ഉണ്ടാവില്ല. നല്ല ലീഡർക്ക് ആ വ്യക്തിയോട് ഒരു ബ്ലെസ്സിങ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെ വന്നിരിക്കുന്ന ഈ ന്യൂ ലൈഫ് ഓർഗനൈസേഷനിൽ നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ടീം ബെൽറ്റുള്ള കുമാർജിയെ പോലെയുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഓരോ വ്യക്തികളും അരുൺജിയെ പോലുള്ള, അല്ലെങ്കിൽ ശ്രീജിത്തിനെ പോലുള്ള, എന്താ പറയുക, റോയ് ചേട്ടനെ പോലുള്ള ഇത്രയും നല്ലൊരു ഓർഗനൈസേഷൻ, ഇത്രയും നല്ലൊരു ബെൽറ്റാണത്. ഇത് വിനോദ് സാറിന്റെ ഒരു ബെൽറ്റാണ്. ആ ബെൽറ്റിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പ്രവർത്തിക്കുന്ന ഒരു ലീഡർഷിപ്പാണ് വിനോദ് സാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ നീ ഇന്ന് പ്ലാൻ കേട്ട വ്യക്തി അടുത്ത വർഷം ഡിസംബർ 31-ാം തീയതി ഒരു പ്രസന്റ് ഡയറക്റ്റ് ആയിട്ട് എന്നെ ഒന്ന് കണ്ടിട്ട്, സാറേ എനിക്ക് ഒരു ചായ പോലും നിങ്ങൾ തരണ്ട, ഞാൻ അന്നത്തെ സെഷനിലാണ് ഇന്നത്തെ പ്രസന്റ് ഡയറക്ടറായ എന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ കേട്ടാൽ ഞാൻ അതിലുപരി എനിക്ക് നിങ്ങൾ ഒരു 10 പൗണ്ട് സ്വർണം തന്നെ എന്ന് തുല്യമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം എനിക്ക് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. എനിക്ക് സമയം തന്ന വിനോദ് സാറിന് സന്തോഷം, നന്ദി. താങ്ക് യു.
വണ്ടർഫുൾ. എന്താ ശരിക്കും പറഞ്ഞാൽ ക്ലോസ് ചെയ്യാനായിട്ട് കൈ കലാശപ്പെട്ടെന്നുള്ളത് അബ്രഹാം ചേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടുന്ന് എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് എന്തോ ദേഷ്യം ഉണ്ടോ അതിപ്പോ കണ്ടോ എന്താ പറ്റി അബ്രഹാം ചേട്ടാ? ഞാൻ കേട്ടില്ല. എന്താ പറ്റി? ഹലോ, എന്താണെന്ന് മനസ്സിലായില്ലേ? ജൂൻ എന്നോട് എന്തോ ദേഷ്യമുണ്ട്, കൈ കൊട്ടാൻ വൈകുന്നുണ്ടോ? ആണ്ടോ, ഞാൻ കൈ കൊട്ടി. ഓക്കെ, താങ്ക് യു. അപ്പം ശരിക്കും ഇന്നത്തെ ട്രെയിനിങ് സെഷനും എല്ലാം അബ്രഹാം ചേട്ടന്റെ കൺക്ലൂഷനും എല്ലാം ഇന്ന് പുതുതായിട്ട് വന്നവർക്കും നേരത്തെ അറ്റൻഡ് ചെയ്തവർക്കും പലപ്പോഴും അബ്രഹാം ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അറ്റൻഡ് ചെയ്ത് തന്നെയല്ലേ, ശുരുവാത്ത് തന്നെയല്ലേ, ശുഭാരംഭം തന്നെയല്ലേ, അല്ലെങ്കിൽ പരിവർത്തനം തന്നെയല്ലേ എന്നൊക്കെ പലരും ചിന്തിക്കുമ്പോഴും നമുക്ക് ഓരോ ദിവസം ഒരെണ്ണമെങ്കിലും, പക്ഷെ ഇവിടെ ന്യൂ ലൈഫ് കമ്മിറ്റിനെ സംബന്ധിച്ചോളം ഒരു ദിവസം ഒരു ആഡ് ഓൺ അല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരും എന്ന് പറഞ്ഞ പോലെ അത്രയും എലാബറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സന്ദർഭമാണ്. ആരും ഇനിയും ഇത് പാഴാക്കാതിരിക്കാം. ഇന്ന് ഇത് പാഴാക്കിയവർക്ക്, ലൈവായിട്ട് പാഴാക്കിയവർക്ക് അത് തിരിച്ചു കിട്ടാൻ യാതൊരു വഴിയില്ല. എന്നിരുന്നാലും നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. എല്ലാ ഡൗൺലൈൻസിനും എല്ലാ പുതുതായിട്ട് വന്നവർക്കും എല്ലാം ഈ ഒരാഴ്ച പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ട്രെയിനിങ് സെഷൻ തന്നെയായിരുന്നു ഇത്. ഇന്ന് ഇവിടെ വന്ന ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യാനും മനസ്സ് കാണിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്ത എല്ലാ ലീഡേഴ്സിനും, പ്രത്യേകിച്ച് നമ്മുടെ ഗുരുവിനും അബ്രഹാം ചേട്ടനും അരുൺജിക്കും ശ്രീത് ഭായിക്കും എല്ലാവർക്കും ഒരു നന്ദി അർപ്പിക്കുന്നു. ഇവിടെ വന്ന് ഇത് കേൾക്കാനായിട്ട് അവസരം ലഭിച്ച എല്ലാ ന്യൂ കമേഴ്സിനും നെറ്റ്വർക്കേഴ്സിനും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ശുരുവാത്ത് പ്രോഗ്രാം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഐ എം റിജു ജോസഫ് സൈനിങ് ഓഫ്.